സിക്സർ അടിക്കാൻ സിക്സ് പാക്ക് വേണ്ടെന്ന് തെളിയിച്ച ഹിറ്റ്മാനും ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലെയും രാജാവായ കിങ് കോഹ്ലിയും വിശ്വം കീഴടക്കിയ നായകനും രാജ്യം ജയിച്ച രാജാവും ഇനി അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിലില്ല. കുട്ടി ക്രിക്കറ്റിൽ നിന്നും നമ്മുടെ കാലത്തെ രണ്ട് ഇതിഹാസങ്ങൾ ഒരേ ദിവസം വിരമിക്കുന്നതിന് കരീബിയൻ മണ്ണ് സാക്ഷി. രോഹിത് ശർമ്മ ഇനി അയാൾ ഒരു ICC കപ്പ് പോലും നേടാനാകാത്ത ക്യാപ്റ്റനല്ല, ഇന്ത്യക്ക് 4ാം ലോക കിരീടം സമ്മാനിച്ച വീരനായകനാണ്. നായകനായും ബാറ്ററായുമെല്ലാം ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു സഹതാരങ്ങളുടെ രോഹിത് ഭായ്. അലസൻ എന്ന് വിളിച്ചവർക്കും ഫിറ്റ്നസിന്റെ പേരിൽ പരിഹസിച്ചവർക്കുമുള്ള മറുപടി കൂടിയാണിത്. ഹിറ്റ്മാൻ എന്ന വിളിപ്പേര് വെറുതെ അങ്ങ് വന്നതല്ലെന്ന് ഈ ടൂർണമെന്റിലും അയാൾ തെളിയിച്ചു. റൺ വേട്ടക്കാരിൽ രണ്ടാമനായി. 2020 ക്രിക്കറ്റിൽ 159 മത്സരങ്ങളിൽ നിന്നും 4231 റൺസ് നേടിയ രോഹിത് ശർമ്മ രാജ്യാന്തര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരമെന്ന റെക്കോർഡും മാക്സ്വെല്ലിനൊപ്പം പങ്കിടുന്നു. കപിലിനും ദാദയ്ക്കും തലയ്ക്കുമൊപ്പം തലപ്പൊക്കമുള്ളവനായി ഇനി ഹിറ്റ്മാനും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹൃദയത്തിലുണ്ടാകും. വിരാട് കോഹ്ലി അയാളുടെ ചുമലിലേറിയാണ് കലാശപ്പോരിൽ ഇന്ത്യ കിരീട വിജയത്തിന് അടിത്തറയിട്ടത്. ടൂർണമെന്റിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ കോഹ്ലിയെ പരിഹസിച്ചവർ ഒരു കാര്യം മറന്നു. സമ്മർദ്ദഘട്ടങ്ങളിലും വലിയ മത്സരങ്ങളിലുമാണ് കിങ് കോഹ്ലി വിശ്വരൂപം കാട്ടാറുള്ളത്. 59 പന്തിൽ നിന്നും കോഹ്ലി നേടിയ 76 റൺസാണ് ഇന്ത്യയുടെ പോരാട്ടത്തിന് കരുത്ത് പകർന്നത്. 2014-16 ലോകകപ്പുകളിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരുന്ന വിരാട് കോഹ്ലിയാണ് 2020 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. വൺസ് എ കിങ് ഓൾവേസ് എ കിങ്. വിരമിക്കൽ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി കിങ് കോഹ്ലി വീണ്ടും അത് തെളിയിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് ആരാധകനും ഒരു രോഹിത് ഫാനോ കോഹ്ലി ഫാനോ ആണ്. ഈ കിരീടം അവർക്ക് വേണ്ടി ഇന്ത്യ നേടിയതാണ്. വി ലവ് യു ലെജൻഡ്സ്.